ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ഒരു കിടിലൻ ചൂടൻ കഥകൾ എന്നൊക്കെ പറയാം നമുക്ക്. പിന്നെ ഒരു ആന്തോളജി മൂവിയാണ്. 4 കഥകൾ അടങ്ങുന്ന ഒരു സിനിമയാണ്. 4 കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഒരു പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് ഒരു തിരക്കഥാകൃത്ത് കഥ പറയാൻ വരികയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് 4 കഥകളുണ്ടാവും. അപ്പോൾ പ്രൊഡ്യൂസർ ആവശ്യപ്പെടുകയാണ്, ഇതുവരെ ആരും കേൾക്കാത്ത എന്താ പറയുക, ഒരു വെറൈറ്റി ഉള്ള ഒരു കഥകൾ, വെറൈറ്റി ഉള്ള, അതായത് സ്ഥിരം കേട്ട് പഴകിയ കഥകൾ വേണ്ട എന്നതാണ് പ്രൊഡ്യൂസറിന്റെ ആവശ്യം എന്നുള്ളതാണ്. അതായത് പിന്നെ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അവർക്ക് ചിന്തിക്കാനുള്ള വക നൽകുന്ന രീതിയിലുള്ള ഒരു പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കഥകൾ, അതാണ് പ്രൊഡ്യൂസറിന് ആവശ്യം. അപ്പം പ്രൊഡ്യൂസറിന് വേണ്ടിയിട്ട് ഈ 4 കഥകൾ ഈ ഒരു തിരക്കഥാകൃത്ത് പറയുന്നതാണ്. അങ്ങനെയാണ് ആ 4 കഥകളാണ് നമ്മളെ കാണിക്കുന്നത്. ട്വിസ്റ്റുകൾ ഒരുപാടുണ്ട്, ഓരോ സ്റ്റോറിയിലും ട്വിസ്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന പിന്നെ ഈ 4 കഥകളാണെങ്കിലും 5ാമതൊരു കഥയും കൂടി അതിൽ കയറി വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സിനിമയുടെ പേര് വരുന്നത് ഹോട്ട്സ്പോട്ട് എന്നാണ്. തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ ഒരു അട്ടർ ഫ്ലോപ്പായിരുന്നു ഈ ഒരു സിനിമ. ഇപ്പോൾ ആഹാ തമിഴ് വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 കഥകളിലും ഓരോ മെസ്സേജുകൾ ഈ സിനിമയിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ചിന്തിക്കാനുള്ള നൽകുന്ന ഓരോ മെസ്സേജുകൾ ഈ 4 കഥകളിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് ടെക്നിക്കലി ഒക്കെ ആയിരുന്നു സിനിമ. ടെക്നിക്കലി എല്ലാ വശങ്ങളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ആയിക്കോട്ടെ, അതുകൂടാതെ പിന്നെ എല്ലാം ക്യാമറ വർക്ക് ആയിക്കോട്ടെ, മൊത്തത്തിൽ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്വാളിറ്റി തന്നെ നല്ല ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് കലയരശൻ, സാൻഡി, അമ്മു അഭിരാമി, ജനനി, ഗൗരിജി കിഷൻ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. വിഘ്നേഷ് കാർത്തികാണ് തിരക്കഥ സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ ഒരു സിനിമയുടെ. അപ്പം 2 മണിക്കൂർ താഴെയാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. ഈ കഥകൾ 4 കഥകളുണ്ട്. 4 കഥകളും നല്ല രീതിയിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കാവുന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ ഇത് ശരിക്കും പറയുന്ന ഒരു പിന്നെ അതായത് എ സർട്ടിഫിക്കറ്റ് കിട്ടിയൊരു സിനിമയാണ്. പക്ഷേ എ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൽ മൂന്നാമത് വരുന്ന സ്റ്റോറിയിലാണ് കുറച്ചും കൂടി അഡൽട്ട് കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അഡൽട്ട് കണ്ടന്റ് മീൻസ് ഈ എന്താ പറയുക, നമുക്ക് എന്താ പറയുക, ഇൻറ്റിമേറ്റ് സീനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ കണ്ടന്റ് അതുപോലത്തെ ഒരു കണ്ടന്റാണ് മൂന്നാമത്തെ പിന്നെ സ്റ്റോറി എന്നുള്ളത്. ബാക്കി 3 സ്റ്റോറികളും 4ാമത്തെ സ്റ്റോറി ആ ഒരു കണ്ടന്റ് പറയുന്നതിനകത്ത് തന്നെയാണ്. ഏകദേശം അഡൽട്ട് കണ്ടന്റ് ആണെങ്കിലും അത് കുട്ടികളെ കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലാതെ എൻ്റെ ഒരു അഭിപ്രായം. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 കഥകൾ നോർമലാണ് കേട്ടോ. ആദ്യത്തെ 2 കഥ നോർമലാണ്. മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് 3ാമത്തെ സ്റ്റോറി മാത്രമേ എനിക്കൊരു അഡൽട്ട് കണ്ടന്റായി തോന്നിയിട്ടുള്ളൂ. ഈ ഒരു സിനിമയുടെ മൊത്തം സർട്ടിഫിക്കറ്റും എ സർട്ടിഫിക്കറ്റും ആണെന്നുള്ളതാണ്. എന്തായാലും എല്ലാ കഥയും ഈ 4 കഥകളും ഒന്നിനൊന്നും ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റ് കഥ തന്നെ നമ്മൾ കാണുന്ന സമയത്ത് ഇതെന്താ അത് മൊത്തം മാറ്റം മാറിയിട്ടുണ്ടല്ലോ, എന്താ സംഭവിക്കുന്നത്, അവസാനമുള്ള ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. നമ്മളെ എൻഗേജ് ചെയ്ത് ഇരുത്തിക്കുന്നുണ്ട്. എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്താ സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ, ആ ട്വിസ്റ്റ് ടേൺ കാര്യങ്ങളൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ക്ലൈമാക്സിൽ വരുന്ന സമയത്ത് അങ്ങനെ ചെയ്താൽ എന്താണ് നമുക്കങ്ങനെ ചെയ്താൽ എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഒരു സക്സസ് എന്ന് പറയുന്നത്. പക്ഷേ തിയേറ്ററിൽ ഫ്ലോപ്പാണ് ഈ ഒരു സിനിമ. പിന്നെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ആഹാ തമിഴ് വഴി. തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. എനിക്കെന്തായാലും 4 കഥകളും ഇഷ്ടപ്പെട്ടു. അതിൽ 2ാമത്തെ കഥയാണ് തോന്നുന്നത് കുറച്ചൊരു വലിയൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. പക്ഷേ ബാക്കി എല്ലാ കഥകളും പിന്നെ 4ാമത്തെ കഥയാണ് എനിക്ക് അത്ര അങ്ങോട്ട് ഇതായിട്ടില്ല. എന്നാലും ആ ഒരു തീം അടിപൊളിയായിരുന്നു, രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ സിനിമ കണ്ടിട്ട് സിനിമയുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് ഓരോ കഥയുടെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. ഹോട്ട്സ്പോട്ട് എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വെച്ചിട്ടുള്ളത്.